ചേട്ടാ എന്താ ആരാ സിദ്ധു Shit. സിദ്ധു സിദ്ധു ഇറ്റ്സ് നോട്ട് Don't touch me. ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. What should I think? അറിയാണ്ട് പറ്റിപ്പോയതാണ് സിദ്ധു. What? അറിയാതെയാണോ ചെന്നൈ പോകുന്നത് കള്ളം പറഞ്ഞു വല്ലവനെ അതെ മാറ്റി കയറ്റി ആ ബോക്സ് തുറന്നിട്ട് തരൂ. അറിയാതെ പോയതാണ്. അറിയാതെ പോലും സിദ്ധു, No, don't Let touch me me, I'm telling you. എനിക്ക് കേൾക്കണ്ട. No. please. ആരാ അവൻ? I want you right now. Who is he? അത് ബിനു എന്റെ പഴയ കോളേജ് ഫ്രണ്ടാണ്. ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ അറിയാണ്ട് പറ്റിപ്പോയി. സിദ്ധു പ്ലീസ്, ഞാൻ മിണ്ടരുത്. കരയുന്നോ? നീയല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. എല്ലാം ചെയ്തതും പോരാ, വെറുതെ അതും ഇതാരാ? ഇതാരാന്ന് ഇത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയായിരുന്നു ഞാനിവിടെ ഇല്ലാന്ന്. You knew the house is vacant and you bringing a freaking girl here? what I say. Oh, that one in gown. I knew you had a fetish to gown. How could you do this to me, Sidhu? Now I don't regret it. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. We are equal sinners. പ്ലാനിങ് ആയിരുന്നല്ലേ? ചേട്ടാ ഇങ്ങനെ കരയില്ലേട്ടാ. കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെയല്ല പറയാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് നെക്സ്റ്റ് കാര്യങ്ങൾ ആലോചിക്കണമെന്ന്. അതൊക്കെ പറയാളിപ്പോ. ചേട്ടൻ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കരഞ്ഞേട്ടാ പോട്ടെ. അല്ലേലും ഞാനെന്തിനാ കരയുന്നത്? ഞാൻ എന്താ തെറ്റായത്? ഇയാളെ ഹെൽപ്പ് ചെയ്തോ? ഞാൻ കരയേണ്ട കാര്യമില്ല. ഞാൻ കരയില്ല, ഞാൻ കരയാൻ പാടില്ല. മനസ്സിലായോ? ആ കര. ചേട്ടാ വിഷമിക്കില്ല ഏട്ടാ. എനിക്കെന്താ വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ചൂടാവുന്ന എന്തിനാ? ഞാൻ ചൂടായൊന്നുമല്ല. ഇയാളെ കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ അവൾ ഇങ്ങോട്ട് വന്നാ അറിയാമോ? താൻ എന്ത് കണ്ടിട്ടാണോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയ? പ്രേമം ഉണ്ട. എനിക്കിനി ഒരുത്തിയും വേണ്ട.
ആ അമ്മ. സിദ്ധു നീ ലേറ്റ് ആവോടാ? ഹലോ ഡാ ഹലോ മോനെ. ആ അമ്മ വരുന്നു. പിന്നെ അമ്മ നേരത്തെ വിളിച്ചപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. എന്തു പറ്റിയടാ? എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ ഭക്ഷണം കഴിച്ചാ? ഇല്ല, കുറച്ച് വെള്ളം കുടിച്ചു. വിശക്കുന്നില്ലടാ. നീ ഒന്ന് വേഗം വന്നാ മതി. ഇതാ വരുന്നു. ചേട്ടാ ഞാൻ തിരിച്ചു പോയിക്കോളാം. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്ക്. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ. ഞാൻ വന്നതിന് പിന്നെയല്ലേ ചേട്ടനീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തിരിച്ചു പോയിക്കോളാം. ഇയാൾക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറണ്ടേ? ഇല്ല ഏട്ടാ, കുഴപ്പമില്ല. എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. ഹലോ, ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടതെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പം തന്നെ പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അത് എപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തന്നു? റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറേ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പം അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറേ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചു തന്നു. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ, അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, നേരത്തെ മണിയാ. ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല, ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ, നന്നായി. അല്ല, തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ, ഒരു മിനിറ്റ് പോരാ. ഇതാരാ ഈ സമയത്ത്? സിദ്ധു, ആ എടുക്ക്. ആ ലൗഡ് സ്പീക്കറിൽ. സിദ്ധു അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല ഇല്ല. സ്പീക്കറിൽ. സിദ്ധു, ആ അളിയാ, ഞാനാ.
എടാ ഞാൻ ഉറങ്ങിയടാ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അവനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലല്ലേ? അല്ല. അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ആണോ? ആ. ഞാൻ കേട്ടില്ല. അത് സംശയമുള്ളതുകൊണ്ടാണ്. അവ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തത്? അല്ല, അവൻ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു. വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്ന. എഴുതിക്ക്, എടുക്ക്. അവൻ നിർത്തത്തില്ല, അതേ വിളിക്കുന്ന. എടുക്ക്, ലൗഡ് സ്പീക്കർ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ അളിയ കട്ടായി. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. നിന്റെ കൂടെ പെങ്കൊച്ചുണ്ടെങ്കിൽ നീ കൊണ്ടുപോടാ. വൃത്തികെട്ടവനെ. കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന. എടാ, ഇമ്മാതിരി പരിപാടിക്ക് പാതിരാത്രി എന്റെ ഹസ്ബൻഡിനെ അല്ലേ വിളിക്കേണ്ടത്, കേട്ടോ? ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ, ഇത് അങ്ങനെയല്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊരു കുട്ടിയാണ്. എടാ, അങ്ങനെ ബസ് സ്റ്റാൻഡ് പലയിടത്തും എനിക്ക് പല പെണ്ണുങ്ങളും കിട്ടും. അതിനൊന്നും എന്റെ ഭർത്താവിനെ കൂട്ടി വിളിക്കരുത്, കേട്ടോ? അയ്യോ, ഇത് അങ്ങനെയല്ല. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പിനാണെങ്കിലും നീ തുടങ്ങിയിട്ട്. അല്ല, ഞാൻ എന്റെ പൊന്നു ചേച്ചി ഒരാൾക്ക് പറയാനുള്ള അങ്ങോട്ട് കേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് പറ. 3 വർഷമായിട്ട് പ്രേമിച്ചോടെ കല്യാണച്ചക്ക മുങ്ങി. അതിനൊരു എന്റെ ചെക്കൻ തപ്പി ഇറങ്ങിയ ഞാൻ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. ഇനി പണ്ടാറ് ഡ്രസ് ഒന്ന് മാറ്റേണ്ടി വന്നു. അത് ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിളിച്ചേ. എന്നെ പറ്റും എങ്ങനെ ഹെൽപ്പ് ചെയ്, ഇല്ലെങ്കിൽ കാണിക്കും പിടി. ഹലോ. മോശമായി പോയല്ലേ? ഈയിടെയായിട്ട് സംശയം കുറച്ച് കൂടുന്നുണ്ട്. വേണമെങ്കിൽ തുറന്നു കൊടുക്കാല്ലേ? കുറഞ്ഞു. ഇവിടെ സാരിയുടെ ഗംഭീര കളക്ഷനാണ്. ടസ സിൽക്കൊക്കെ ഇട്ട് നന്നായി ചേരും അല്ലേടാ? ഈ അർദ്ധരാത്രി ഇടാനോ? ഇവിടെ ആരും കല്യാണത്തിനൊന്നും പോകുന്നില്ല. കാഷ്വൽസ് മതി. കാഷ്വൽസ് മതിയോ? ആ, കാഷ്വൽസ്. അതാ അവിടെ അപ്പുറത്ത്. അല്ല, അപ്പുറത്ത്. ഇവിടെ വൻ ഷോറൂമാണ്. സിൽക്ക്, ടസ സിൽക്ക്, കോട്ട്, ജൂട്ട്, അല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാഷ്വൽ മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അപ്പുറത്താണ്. ഇവിടെയാണെങ്കിൽ ലെഹങ്ക അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, കളർഫുൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എടാ, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. ഈ കുട്ടിക്ക് ഈ ഗൗൺ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ആ, ഇതാ ഉഗ്രം ഗൗൺ ഇരിക്കണ്. മാറാം. കാഷ്വൽസ് മതി. മതിയാ? ആ, മതിയെങ്കിൽ മതി. ആ കാണുന്ന മുഴുവൻ കാഷ്വൽസ് ആണ്. സ്വന്തം കട പോലെ ഫുൾ അരിച്ചു പെറുക്കി വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ എടുക്കേണ്ട ബില്ലൊക്കെ നീ തരുമല്ലോ അല്ലേ? സ്വന്തം കട പോലെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ? അവളി എടുക്കണ മുഴുവൻ ലേയും പി പി ഒക്കെയാണ്. ലേയും പി പി അല്ല, ലീയും പെപ്പയും. ആദ്യം വിൽക്കുന്ന സാധനങ്ങളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. അതിന് ഞാൻ സാരി സെഗ്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല ദിവ്യ നിന്നെ എടുത്തിട്ട് ഉരുട്ടുന്നത്. സാരി സെഗ്മെന്റ്. വില കൂടിയ മറ്റേ സാധനം എടുക്കണേ. ഒരു ഡ്രസ്സല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. തന്നാ മതി. അതെ, ഈ ട്രയൽ റൂം എവിടെയായിരുന്നു? ഇതാ ഇവിടെ. ആ കഥ അങ്ങ് തള്ളി തുറന്നാ മതി. വയറുണ്ടാ? ഹുക്കൊന്ന് അയച്ചു. ഓ, മറിയുന്നേ. അതൊന്ന് ഞെക്കി. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം.
നീ ഇതിനു മുമ്പ് ഇവളെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. ആദ്യമായിട്ടാണോ കാണുന്നത്? ആ. ശരിക്കും? ഞാൻ ബില്ലെടുക്കാം.